ആക്രമണത്തിന് ശേഷം മുഹമ്മദ് ഷഹബാസിനെ സുഹൃത്ത് വീട്ടിലെത്തിക്കുന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സ്കൂട്ടറിലാണ് മുഹമ്മദ് ഷഹബാസിനെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ക്രൂരമർദ്ദനത്തിന് ഇരയായതിനു ശേഷം ഷഹബാസിനെ സുഹൃത്ത് വീട്ടിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണത്. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഒറ്റനോട്ടത്തിൽ ആ രക്ഷിതാക്കൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നീട് ഛർദി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഷഹബാസിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അതിക്രൂരമായ മർദ്ദനമാണ്, കൂട്ടം കൂടിയുള്ള മർദ്ദനമാണ് ഷഹബാസിന് ഏൽക്കേണ്ടി വന്നത്. നഞ്ചക്കടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച്, കല്ല് ഉപയോഗിച്ച് ഒക്കെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഷഹബാസിന്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണിത്. ആ സംഘർഷം കഴിഞ്ഞ് മർദ്ദനമേറ്റ് അതിനുശേഷം അവനെ നേരത്തെ ആ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ അതേ കുട്ടി തന്നെയാണ് തിരിച്ച് അവനെ ആ വീട്ടിൽ ഇറക്കുന്നത്. ആ ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്കൂട്ടറിന്റെ പിന്നിൽ മഞ്ഞ ടീഷർട്ട് ഇട്ടിട്ടാണ് ഷഹബാസ് ഇരിക്കുന്നത്. നമുക്ക് നേരത്തെ ഇന്നലെയും ഒക്കെ ബന്ധുക്കൾ പറഞ്ഞതുപോലെ, പിതാവ് ഉൾപ്പെടെ പറഞ്ഞതുപോലെ, ഒറ്റ നോട്ടത്തിൽ ഒരു പ്രശ്നവും അവനെ കാണുന്നില്ല. അവനെ ഇറക്കി പിന്നീട് മറ്റേ കുട്ടി തിരിച്ചു പോകുന്നതാണ് കാണുന്നത്. ആദ്യ നോട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രശ്നവും അവനിൽ കാണുന്നില്ല. പിന്നീടാണ് വൊമിറ്റ് ചെയ്യുകയും വായിൽ നിന്ന് നുരയും പതിയും എല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും നേരെ ICUയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ രാത്രി 10:30 ആരോഗ്യസ്ഥിതി മോശമായി 12:30 മരണം സംഭവിക്കുകയായിരുന്നു.